ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആൻ്റമ്മ മാനസയ്ക്ക് കുറേ ഉപദേശങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. കൃഷിയായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് തന്നെ നീ ഒരു വിഡ്ഢിയെ പോലെ ഇരിക്കാൻ നിൽക്കണ്ട, എല്ലാം കൊണ്ടും അവൻ്റെ മനസ്സ് പിടിക്കാനായിട്ട് നോക്കണം എന്ന രീതിയിലൊക്കെ മാനസയോട് ആൻ്റിമ്മ പറയുന്നുണ്ട്. അതിനു വേണ്ടി മാനസയുടെ കയ്യിൽ ഒരു ഉള്ളി കൊടുക്കുന്നുണ്ട് കേട്ടോ, സവാള കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, എന്തിനാ ആൻറ്റിയമ്മ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. എടി മണ്ടി, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി വരും. പനി വരാൻ എന്തിനാ ആൻറ്റിയമ്മ ഇത് വെക്കുന്നത്? ഇത് വെച്ച് എങ്ങനെ പനി വരുന്നത്? എടി കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഉള്ളി വെച്ചാൽ പനി വരുന്നത്. നീ ഒരു മിഡിയായി പോയല്ലോ. നീ ഇത് വെച്ച് പനിച്ച് കിടക്കണം. നാളെ രാവിലെ ഞാനും ഹേമയും കൂടി അമ്പലത്തിലേക്ക് പോവും. അതിനുശേഷം തന്നെ ഞങ്ങൾ വൈകുന്നേരമായി തിരിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് നീ കൃഷും തമ്മിൽ അടുക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുന്നു. നിനക്ക് പനിയായിട്ട് നീ കിടക്കണ സമയത്ത് കൃഷ്ണന് നിന്നെ നോക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ നിന്നെ ശുശ്രൂഷിക്കും ഒക്കെ ചെയ്യും. നീ അവൻ്റെ മടിയിൽ തല വെച്ച് കിടക്കണം. അങ്ങനെ മാക്സിമം അത് കൂടുതൽ ഉപകാരപ്പെടുത്താൻ നോക്കണം കേട്ടോ. പിന്നെ നിൻ്റെ പനി അവനിലേക്ക് പടരുകയും വേണം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ പിന്നെ അവന് പനി വന്ന് ഇവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ കൂടുതൽ നിങ്ങൾ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കണം. ഇത്ര ഈ ആൻറ്റിയമ്മയ്ക്ക് പറഞ്ഞു തരാനുള്ളൂ. പിന്നെയൊക്കെ നിൻ്റെ മിടുക്ക് പോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് പറയുന്നു. എന്തായാലും നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക വച്ചേ, കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കുമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ മാനസിക കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലായി എന്താണ് ആദ്യം ഉദ്ദേശിച്ചതെന്നൊക്കെ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് കൺമണിയാണ് കേട്ടോ. കൺമണിയാണെങ്കിലോ ആകെ ടെൻഷനാണ്. നാളെ കല്യാണമാണ്. അതുകൊണ്ട് ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്താണ് കൃഷി കൺമണിയെ വിളിക്കുന്നത്. എന്താ കൺമണി ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നു. ഇല്ല സർ, എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല. കാരണം നാളത്തെ കാര്യം ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയുന്നു. എന്തിനാ കൺമണി ഇങ്ങനെ പേടിക്കുന്നത്? വരുൺ പറഞ്ഞത് കേട്ടിട്ട് ഓരോന്ന് പേടിയാവുന്നു. അവൻ താലി കെട്ടുമെന്ന് പറഞ്ഞാൽ കെട്ടും സർ എന്ന് പറയുന്നുണ്ട്. ഒരിക്കലുമില്ല. പ്രതീക്ഷിക്കാതെ ഒരു ടെസ്റ്റ് അവിടെ നടന്നിരിക്കും. മാത്രമല്ല നാളെ രാവിലെ ചിലപ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും. മാത്രമല്ല ഞാൻ നിന്നെ ചിലപ്പോൾ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. നീ എന്തുകൊണ്ടാണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് വലിയൊരു സർപ്രൈസ് ഞാൻ ഒരുക്കിയതുപോലെ സംസാരിക്കുന്നതാണ് കേട്ടോ ക്രഷ്. സാറിൻ്റെ വാക്കുകളാണ് എനിക്ക് ആശ്വാസം. എന്നെ കൺമണിക്ക് വിശ്വാസമല്ലേ? ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് സാറിനെയാണ്. സാറിൻ്റെ കൂടെ അല്ലാതെ ഈ കൺമണിക്ക് മറ്റൊരു ജീവിതം ഉണ്ടാവില്ല എന്നും കൃഷ്ണനോട് കൺമണി പറയുന്നുണ്ട്. എന്ന ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാനുണ്ടെന്ന് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ ഡോറ് കൊട്ടുന്ന കേൾക്കുന്ന സമയത്ത് തന്നെ കൺമണി ക്രിസ് സാറായിരിക്കും എന്ന് പറഞ്ഞു വാതിൽ തുറക്കുമ്പോൾ അവിടെ വനിതാ കോൺസ്റ്റബിളിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേനും വത്സല മേഡമാണത്. കണ്ണമ്മ മേഡത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വത്സല മേഡമാണ് ഉണ്ടായിരുന്നത്. എന്താടി ഈ പറയുന്നത് നീ? എന്താ ഇവിടെ കല്യാണം എന്ന പേരിൽ തട്ടിപ്പ് വല്ലതും നടക്കുന്നുണ്ടോ? നിൻ്റെ കല്യാണം നാളെയല്ലേ? എന്തായാലും അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ. നിന്നെ കെട്ടാൻ പോകുന്ന വരുണില്ലേ, അവൻ ഞങ്ങൾ ഏർപ്പാടാക്കിയതാണ്. കല്യാണം ഞങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയായിരിക്കും നടക്കുക. ഫുൾ പ്രൊട്ടക്ഷനോടുകൂടി തന്നെ നിനക്കും ആ കൃഷിനും ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ധനലക്ഷ്മി വരുന്നുണ്ട്. ധനലക്ഷ്മി സന്തോഷമായി കേട്ടോ. ഇതിൽ പറയുന്നത് സന്തോഷമായി, എന്തായാലും ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ മാഡം പറയുന്നുണ്ട്, എവിടെ നിന്ന് വന്നതാടി നിനക്ക് എന്താടി വേണ്ടതെന്ന് ചോദിക്കുന്നു കേട്ടോ. അല്ല മാഡം, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം, അതിൽ ഇടപെടാൻ നീ നിൽക്കണ്ട എന്ന രീതിയിൽ പറയുന്നുണ്ട്. നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്കുക, ഞങ്ങൾ ഇവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ കൺമണി ആ റൂമിനകത്തേക്ക് പോകുന്നു കേട്ടോ. ധനലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കണം മാഡം. കാരണം വരുണ് ഈ കൺമണിയെ തന്നെ കല്യാണം കഴിക്കാൻ നോക്കണം. കാരണം ആ കൃഷി വന്ന് തടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നും മാഡം പറയുന്നുണ്ട്. അതിനുശേഷം കൺമണി റൂമിലേക്ക് പോകുന്നു കേട്ടോ. റൂമിലേക്ക് പോകുമ്പോൾ കൺമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇങ്ങനെ ഒരു ചതി കൺമണി പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരിക്കലും. അതിനുശേഷം തന്നെ മാഡം വരുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇങ്ങനെ ടെൻഷനായി നിൽക്കേണ്ട ആവശ്യം? നീ ഉടായ്പ വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ ഇവിടെ എന്ന് ചോദിക്കുന്നു കേട്ടോ. ആ കൃഷിൻ്റെ കൂടെ പോയി താമസിക്കാൻ വിചാരിച്ച് നിൽക്കണോ? നടക്കില്ലടി എന്ന് പറയുന്നു. അങ്ങനെ കൺമണി വിഷമത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് തന്നെ, എൻ്റെ കൊച്ചേ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ കണ്ണമ്മ മേഡത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളാണ് വത്സല. നീ കണ്ടതല്ലേ എന്നെ എന്ന് പറയുന്നു കേട്ടോ. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ആ വരുണിനെ ഒരിക്കലും കെട്ടരുത്. അവനൊരു സൈക്കോ ആണ്. അവൻ സ്റ്റേഷനിൽ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞതെന്നറിയോ? പിന്നെ അനിരുദ്ധൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതെല്ലാം ഒരു നാടകമാണ്. ബാക്കിയുള്ളവരൊന്നും ഇത് അറിയണ്ട, പക്ഷെ നീ അറിയണം.
നീ ആ കൃഷിൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി. അവനുമായിട്ട് നിനക്ക് ഇത്തിരി ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ വരുണിൻ്റെ കൂടെ ഒരിക്കലും ജീവിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആരെന്ത് പറഞ്ഞാലും അവൻ വരികയാണെങ്കിൽ നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോ. നമുക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെയല്ലേ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. അല്ലാതെ മറ്റാരുടെയും കൂടെ ജീവിച്ചിട്ട് എന്തിനാ ജീവിതം നശിപ്പിച്ച് കളയുന്നത്? നീ ഒന്ന് വിഷമിക്കേണ്ട. ഞാൻ കണ്ണമ്മ മേഡത്തിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നിന്നെ വിളിക്കുമായിരിക്കും മേഡം. എന്തായാലും കാര്യങ്ങൾ പറഞ്ഞതുപോലെ നടക്കുള്ളൂ. ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് നിന്നെ വിരട്ടൊക്കെ ചെയ്യും. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം ഒരു നാടകമായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നു കേട്ടോ. ഞാൻ ബാക്കിയുള്ളവരെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുന്നു. അങ്ങനെ അമ്മായിമാരെ ചെന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്താടി നിങ്ങളൊക്കെ ആരാണ് ചോദിക്കുന്നു. അപ്പോൾ പരസ്പരം പേര് പറയാൻ പോലും അവർക്ക് പേടിയായത് കാരണം എല്ലാവരുടെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ട് പറയുന്നുണ്ട്. അവനവൻ്റെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ലോക ഉടായിപ്പുകളാണല്ലോ എന്ന് പറയുന്നു കേട്ടോ. അല്ല മേഡം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? ഞാനൊന്നും ചെയ്തിട്ടില്ല. ധനലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് 1000 രൂപ കട്ടെടുത്തിട്ടുണ്ട്, അത് തരാം. അങ്ങനെ പരസ്പരം അവർ മോഷ്ടിച്ച കഥകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരസ്പരം കള്ളികളാണല്ലേ എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾ കള്ളത്തരം പിടിക്കാനൊന്നല്ല വന്നിരിക്കുന്നത്. കൺമണിയും വരുണും തമ്മിലുള്ള വിവാഹത്തിന് അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി വന്ന ഒരാളാണെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളൊരു തെറ്റും ചെയ്തില്ല. എന്തായാലും ഇതിൽ വല്ല ഉടായ്പും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ കടുത്ത ശിക്ഷ ഞാൻ തരും. മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ മേഡം പോകുന്നു കേട്ടോ. അതിനുശേഷം 3 അമ്മായിമാർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും കൺമണി വരുണിനുള്ളത് തന്നെയാണ്. ആകെ പ്രശ്നമായി. എന്തായാലും 101 പവൻ നമുക്ക് ഉറപ്പിച്ച കാര്യമല്ലേ. 101 പവൻ നമുക്ക് അതിന് 3 ഷെയറായിട്ട് വീതിച്ച് എത്രയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കണക്ക് കൂട്ടി നിൽക്കട്ടെ അമ്മായിമാർ. പിന്നീട് മേഡത്തിനെയാണ് കാണിക്കുക. മേഡം എന്തായാലും ധനലക്ഷ്മിയെ ഇട്ട് വട്ടം കറക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ പാലും അതുപോലെ ചായയൊക്കെ കൊണ്ടുവരാൻ, കട്ടൻ ചായയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി അത് കൂടി മേഡത്തിന് വീണ്ടും വീണ്ടും കൊടുക്കണം. പിന്നെ ഉച്ചക്കത്തെ മെനു ആണെങ്കിൽ പറഞ്ഞു ഒരാൾക്ക് ഹോട്ടലിലത്തെ ഫുഡ്, കുഴിമന്തി, അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്കണം എന്ന് പറയുന്നു. നിങ്ങളുടെ എല്ലാ ചിലവും ഞാൻ ഏറ്റെടുത്തോളാമെന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട്. മേഡം ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം തന്നെ കൺമണിയുടെ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കണ്ടോ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരെത്തി. ഞങ്ങൾക്ക് ഞങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നത് പോലെ ഇവർ നിൽക്കുന്നത് കണ്ടോ. ഇനി ഒരു ഉടായ്പ നടക്കില്ല എന്ന രീതിയിലൊക്കെ ധനലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അച്ഛൻ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്, നീ നിൻ്റെ കാര്യം നോക്ക്, ഉച്ചക്കത്തെ ഫുഡിന് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പറഞ്ഞിട്ട് മേഡം അങ്ങോട്ട് പറഞ്ഞയക്കുന്നു ധനലക്ഷ്മിയെ. അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഇതൊക്കെ ഒരു നാടകമാണ്. അനിരുദ്ധൻ സാർ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ. കൺമണി ഒരിക്കലും ആ വരുണിനെ കൊണ്ട് കെട്ടിക്കരുത്. അവനൊരു സൈക്കോ ആണ്. കൃഷ്ണനെ കൊണ്ട് തന്നെ കെട്ടിച്ചാൽ മതിയെന്ന് അവർ ഉപദേശം നൽകുന്നത് കേൾക്കുന്ന അച്ഛന് വിഷമാവുന്നു കേട്ടോ. വീണ്ടും ധനലക്ഷ്മിയാണെങ്കിൽ മനോജിനെയും അതുപോലെ തന്നെ ഗോകുലിനെയും വിളിച്ചു നടത്താൻ വേണ്ടി റൂമിലേക്ക് ഓടിപ്പോകുന്നു കേട്ടോ. രണ്ടുപേരും എണീറ്റ് നമ്മുടെ വീട്ടിൽ പോലീസ് വന്നെന്ന് പറയുന്നു. അപ്പോൾ ഗോകുൽ പറയുന്നു, പോലീസോ? എന്താ അമ്മയെ പറയുന്നത്? പിന്നെ അല്ലാതെ കല്യാണമൊക്കെ ഗംഭീരമായിട്ട് നടക്കാൻ തന്നെ അവർ വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ വിചാരിച്ചതിനപ്പുറമാണ് വരുണിൻ്റെ പ്ലാനിങ് ഒക്കെ എന്ന് പറയുന്നു. ഗോകുലിന് അപ്പോൾ ടെൻഷനായിട്ട് ഗോകുൽ ഓടുന്നു കേട്ടോ. അപ്പോഴത്തേനും മനോജ് വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. എന്തിനാണ് മനോജേട്ടാ വിഷമിക്കുന്ന കാര്യം? കാരണം ഈ കല്യാണം നടക്കേണ്ടത് നമ്മുടെ ഉദ്ദേശമാണ്. ഇപ്പം മനോജേട്ടന് ഒരു പണിയില്ല. മനോജേട്ടന് പണി തരാമെന്ന് പറഞ്ഞ ആ റാം അവിടെയാണ്, ജയിലിലല്ലേ. മാത്രമല്ല ഇപ്പം ഇതാ വരുണിൻ്റെ അച്ഛൻ ഗൾഫിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അയാളും ഇത് പോയി കഴിഞ്ഞാൽ മനോജേട്ടനും ജോലി ഉണ്ടാവില്ല. നമ്മുടെ ആവശ്യമാണ് ഇപ്പോൾ കല്യാണം നടക്കേണ്ടത്, കൺമണിയുടെ ആവശ്യമല്ല. എന്തായാലും കണ്ണും പൂട്ടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും പോലീസ് വന്നത് അത്ര രസകരമായിട്ട് തോന്നുന്നില്ല ധനലക്ഷ്മി. പിന്നെ അല്ലാതെ എല്ലാം വേണം, അതൊക്കെ അതിൻ്റെ ആവശ്യത്തിന് നടന്നോളും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു കേട്ടോ. മനോജേട്ടൻ മിണ്ടാണ്ടിരുന്നാൽ മതി, എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. പിന്നെ ഗോകുൽ ഓടിച്ചെന്ന്, അപ്പേ നമ്മുടെ വീട്ടിൽ പോലീസൊക്കെ വന്നിട്ടുണ്ട്, എന്താ അപ്പേ ഇനി നമ്മൾ ആകെ പ്രശ്നത്തിലാവുമല്ലോ എന്ന് പറയുന്നു. പിന്നെ പോലീസ് വരാണ്ടിരിക്കുമോ? അതൊക്കെ നടക്കൂടാ എന്ന് പറയുന്നുണ്ട്. അപ്പയ്ക്ക് പേടിയില്ല എന്ന് ചോദിക്കുന്നു. എന്തിനാണ് പേടിക്കുന്നത്? ഇവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ണമ്മ മേഡത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വത്സല മേഡമാണ്. മേഡം നമ്മുടെ കൂടെയുള്ള ഒരാളാണെന്ന് പറയുന്നു. അത് ശരി, അതാണിപ്പോൾ, ഇനി ഒരു ടെൻഷനും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഗോകുൽ ചിരിക്കുന്നു കേട്ടോ. അതല്ലടാ, ഇന്ന് രാവിലെ ഞാൻ ക്രിസ്താനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഒന്നും പറയണ്ട അപ്പ, ക്രിസ്താൻ എടുത്തോളൂ. ഇല്ലടാ എടുക്കുന്നില്ല, കുറേ സമയം ഞാൻ വിളിച്ചു, എന്താണാവോ എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ഫോൺ അടിക്കുന്നത് കണ്ടിട്ട് കൃഷി ഫോൺ എടുക്കുന്നു. കൺമണി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയും. നല്ലൊരു പ്രൊമോ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.